ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഹെവൻ ഓഫ് സ്റ്റോറി ടെല്ലർ. ഫീനിക്സ് ഗേൾ ഭാഗം 27 തുടരുന്നു. പ്രഭാതം. സൂര്യൻ തന്റെ കിരണങ്ങളെ ഭൂമിയിലേക്ക് അഴിക്കുമ്പോൾ അവയെ കാത്തു നിന്നതുപോലെ ഭൂമിയിലെ ഓരോ വസ്തുക്കളും തലയുയർത്തി പുഞ്ചിരിയോടെ അവയെ വരവേറ്റു. മൗനി കണ്ണു തുറന്ന ആ കാഴ്ചകളെ നോക്കി അങ്ങനെ കിടന്നു. അവയുടെ ഭംഗി ആസ്വദിക്കുമ്പോൾ അതിനെയും കടന്ന് പല ഓർമ്മകൾ അവൾക്കുള്ളിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നു. ഓർമ്മകൾ ഉള്ളിൽ ചെന്ന് കടന്നു പോകുമ്പോൾ അവൾ ചിന്തിച്ചത് മറ്റൊന്നുമായിരുന്നില്ല. അന്നുണ്ടായിരുന്ന തന്റെ വേദനയുടെ വ്യാപ്തി കുറഞ്ഞിരിക്കുന്നു. എന്നാൽ പ്രതികാരത്തിന്റെ തീ ആളിക്കത്തുന്നുണ്ടുള്ളിൽ, അണയ്ക്കാൻ കഴിയാത്ത അത്രയ്ക്ക് കാഠിന്യം. ചിന്തകൾക്കൊടുവിൽ മൗനി എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങൾക്ക് വേണ്ടി ബാത്റൂമിലേക്ക് പോയി. കുളിയും കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ വരാന്തയിൽ തന്നെ മിയ അവളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൾ കരികിലേക്ക് ചെല്ലുമ്പോൾ തന്നെ കണ്ടിരുന്നു ടീ ഇരിക്കുന്നു, കോഫിയും പിന്നെ അതിൻ്റെ ഒപ്പമുള്ള സ്നാക്സ്. അവൾ അരികിലുള്ള ചെയർ വലിച്ചിരുന്നിട്ട് പുഞ്ചിരിയോടെ പറഞ്ഞു, ഗുഡ് മോർണിംഗ് ഡാ. ഗുഡ് മോർണിംഗ് മൗനി, കോഫി കുടിക്കേ? അല്ല, നീ രാവിലെ എഴുന്നേറ്റുള്ള ശീലമൊന്നും ഇല്ലല്ലോ, പിന്നെന്തു പറ്റി? ആ, മൗനി ചിരിയോടെ ചോദിച്ചു. മിയ അതിന് കുറുമ്പോടെ അവളെ നോക്കി. അവർക്കുള്ളിൽ ഇത്തരത്തിലുള്ള കളികളും ചിരികളും ഒരുപാടുണ്ട്. അതൊക്കെ പറയാം, നീ കുടിച്ചിട്ട് അഭിപ്രായം പറ. മൗനി കോഫി എടുത്ത് ചെറുതായി ഒന്ന് സിപ്പ് ചെയ്തു. എന്നിട്ട് പുഞ്ചിരിയോടെ, ഇറ്റ്സ് നൈസ്. പിന്നെ അല്ലാതെ ഞാനല്ലേ ഉണ്ടാക്കുന്നത്. ആ മൗനി, നമുക്ക് ഫുഡിനുള്ള സാധനങ്ങൾ വാങ്ങണം. അതുകൊണ്ട് നമുക്കൊന്ന് പുറത്തേക്ക് പോണം. പോണം. ഈ നാടിന്ന് എനിക്ക് പഠിക്കണം, അത് ആവശ്യമാണ്. എന്നാൽ ഉടനെ പോയാലോ മൗനി? ഓക്കെടാ, ഞാൻ റെഡിയാണ്. എന്നാ ശരി, കോഫി കുടിക്കും, നമുക്ക് ഇറങ്ങാം. മിയ പറയുന്നതിന് കേട്ട് മൗനി പതിയെ കോഫി കുടിച്ചു തുടങ്ങി. ഒരു 20 മിനിറ്റ് കഴിഞ്ഞതും അവർ ഇരുവരും പുറത്തേക്ക് പോകാനായി ഇറങ്ങി. പോകാൻ നേരവും കാർ ഡ്രൈവ് ചെയ്തിരുന്നത് മിയയായിരുന്നു. വരുന്ന സമയത്ത് ചുറ്റുപാട് ശരിക്കും ശ്രദ്ധിക്കാൻ കഴിയാത്തതിനാൽ മൗനിയുടെ കണ്ണുകൾ അവിടെയുള്ള ഓരോ കാഴ്ചകളും ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു. ടൗണിലോട്ട് വണ്ടി നിർത്തി ഇറങ്ങുമ്പോൾ തന്നെ മൗനി കണ്ടിരുന്നു എല്ലാ കണ്ണുകളും അവരിലേക്ക് തിരിയുന്നത്. എന്നാൽ സാധനം വാങ്ങുന്ന മിയ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. മൗനിയുടെ കണ്ണുകൾ പക്ഷേ ചുറ്റും നടക്കുന്നതിലായിരുന്നു. ആളുടെ കണ്ണുകളിൽ എല്ലാം അത്ഭുതവും സംശയവുമായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ മൗനിയുടെ ഉള്ളിൽ പല തീരുമാനങ്ങൾ ഉടലെടുത്തിരുന്നു. രാത്രി മിയ വരാന്തയിൽ കൂടി ആരോടോ സംസാരിക്കുകയാണ്. ഇടയ്ക്ക് അവൾ കണ്ടിരുന്നു ആലോചനയുടെ പുറത്തോട്ട് നോക്കിയിരിക്കുന്ന മൗനിയെ. കോൾ അവസാനിപ്പിച്ച ശേഷം അവൾ മൗനിക്ക് അരികിലായി വന്നിട്ട് ചോദിച്ചു, എന്തുപറ്റി? പുറത്ത് പോയി വന്നതിന് ശേഷം ശ്രദ്ധിക്കുകയാണെന്നെ, എന്തോ കാര്യമായി ചിന്തയിലാണല്ലോ. ഉണ്ട് മിയ, നീ ഇവിടെ ഇരിക്കും, പറയാം. അല്ല, ഇപ്പോൾ അവർ വിളിച്ചിട്ട് എന്തു പറഞ്ഞു? മൗനി, നിന്റെ ഊഹം ശരിയാണ്. അന്ന് വന്നതൊന്നും അവന്റെ അങ്കിളോ ഫാമിലി മെമ്പേഴ്സോ ഒന്നുമല്ല. അവൻ അവസാനമായി തുടങ്ങിയ ബിസിനസ്, അതിന്റെ ഓണറായിരുന്നു അതിലൊരാൾ. ഓ, ആ ബിസിനസ് തുടങ്ങാൻ അവൻ ഉപയോഗിച്ചത് ഞാനായിരുന്നല്ലേ? എന്നെ ആയിരിക്കും, മൗനി അവളോട് ചോദിച്ചു. ഓക്കെ, ലീവ് ഇറ്റ്. അവരുടെ ഡീറ്റെയിൽസ് പറ. മിയ തന്റെ ലാപ്ടോപ്പിലുള്ള ഫോട്ടോസുകൾ മൗനിയെ കാണിച്ചു. ഇത് രവീന്ദ്രൻ, കേരളത്തിലാണ് ജനിച്ചതല്ല, ഇപ്പോൾ ഇവിടെ വൻ ബിസിനസ് സാമ്രാജ്യം നടത്തുന്നു. ഫാമിലി, ഭാര്യ, പിന്നെ 2 പെൺകുട്ടികൾ. അതാണ് അയാൾക്ക്. ഫാമിലിയിൽ വലിയ സ്നേഹമാണ് അയാൾക്ക്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ മൗനി, ഇത് വിജയഗൗഡ. അയാൾക്ക് ഫാമിലി അത്ര ഇമ്പോർട്ടൻസ് അല്ല, ചുമ്മാ പെണ്ണ്, പണം, അത്ര തന്നെ. പിന്നെയുള്ള മൂന്നാമൻ, അവനാണ് വസുദേവ്. ബാംഗ്ലൂരിലുള്ള ചെറുപ്പക്കാരുടെ അടുത്ത് വരുന്ന ഡ്രഗ്സ്, അത് വരുന്ന വഴിയെല്ലാം ഇവനിലൂടെയാണ്. ഓക്കെ. മൗനി ആലോചനയുടെ തലയോട്ടി. അത് കണ്ട് മിയ ചോദിച്ചു, ഇനി എന്താണ് മൗനി നിന്റെ പ്ലാൻ? ആദ്യമേ ഒളിവ് ചെയ്ത് അവസാനിപ്പിക്കണം. വാട്ട്, ആർ യു മാഡ്? അവർ നിന്നെ കണ്ടാൽ നമ്മൾ ഇത്രയും കാലം ചെയ്തത് ഇതിനു വേണ്ടിയാണോ മൗനി? മിയ ഞെട്ടലോടെ ചോദിച്ചു. കണ്ടാൽ ഒന്നുമില്ല മിയ. ഒളിഞ്ഞു നിന്ന് അവരെ നശിപ്പിക്കാൻ എളുപ്പമാണ്, അതല്ല എനിക്ക് വേണ്ടത്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ബട്ട് പറയാം, അതിനു മുമ്പ് നീ തിരികെ പോകണം. എന്നിട്ട് എന്താണ് മൗനി? മിയ, നീ തിരികെ ചെല്ലണം. എല്ലാം നോർമലായി എന്ന് നിനക്ക് തോന്നുമ്പോൾ എന്നെ വിളിക്കണം. അപ്പോൾ നീ
ഞാൻ ഇവിടെ കാണാം. ഒറ്റയ്ക്കോ? അതിനെന്താ? നീ കളിക്കുകയാണോ മോനി? എന്താ നിന്റെ ഉദ്ദേശം? ഏയ് കൂൾ ഡൗൺ മിയ. നീ എനിക്കൊപ്പം നിൽക്കുന്നത് നിനക്ക് ആപത്ത് തന്നെയാണ്. മാത്രമല്ല നിന്റെ പ്രസൻസ് ഇപ്പോൾ അവിടെയാണ് ആവശ്യം. ഓ, മനസ്സിലായി. അപ്പോൾ എന്റെ സേഫ്റ്റി നോക്കിയിട്ട് എന്നെ നിനക്ക് ഒപ്പം നിർത്തുന്നത് മാറ്റാനുള്ള പരിപാടിയാണോ? അത് നടക്കില്ല മൗനി. ഇനി നിന്നെ ഒറ്റയ്ക്കാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതല്ലാതെ ബാക്കി പ്ലാൻ പറ. എന്ത് പറഞ്ഞാലും മിയ തന്നെ വിട്ടുപോകില്ല എന്ന് ഉറപ്പുള്ളതിനാൽ അവൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, ഓക്കെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനുണ്ട്. അതിന് ഇവിടെ തന്നെയാണ് ബെസ്റ്റ്. ബട്ട് ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ല. ഇന്നത്തെ പോക്കിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഇവിടെ ഉള്ളവർ നമ്മളെ കാണുന്ന രീതി അത് നമുക്ക് ദോഷം ചെയ്യും. ഇവിടെയുള്ള ആളുകളുടെ ആറ്റിറ്റ്യൂഡല്ല നമ്മളിൽ നിന്നത്, അവരിൽ നിന്നും നമ്മൾ വളരെ വ്യത്യസ്തമാണ്. അത് പാടില്ല. ഓ, അതാണോ വന്നപ്പോൾ മുതൽ നീ ഡെസ്ക്? അതെ മിയ, ആദ്യം നീ പോകണം, പുറകെ ഞാനും വരും. അതുവരെ നമ്മുടെ പ്ലാൻ ഡ്രോപ്പ് ചെയ്യണം. പക്ഷെ എത്ര നാൾ? 1 വീക്ക്. അതിനുള്ളിൽ ഞാൻ വരും. കാരണം നിനക്കൊപ്പം ഞാൻ ഇവിടെ നിന്നാൽ അത് സംശയത്തിനിട വരുത്തും. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണ് മൗനി? അതിന് കുറച്ച് സമയം എടുക്കുന്നതാണെന്നാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ആലോചനയോട് പറഞ്ഞു. ഓക്കെ മിയ, അവർ മറന്നു എന്ന് തോന്നുമ്പോൾ വേണം നമ്മൾക്ക് തിരിച്ചടിക്കാൻ. നീ സീരിയസ് ആയിട്ടാണോ മിയ? അതെ. ഓരോരുത്തരായിട്ടല്ല മരിക്കേണ്ടത്. എല്ലാം ഒരുമിച്ച് എൻ്റെ മുന്നിൽ വേണം. ഒന്ന് തീരുമ്പോൾ മറ്റുള്ളവർ അനുഭവിക്കുന്ന ഭയം അതെനിക്ക് നേരിട്ട് കാണണം. എന്നാലേ എൻ്റെ ഉള്ളു തണുക്കുകയുള്ളൂ. മൗനി പകയോടെ മുരണ്ടു. തുടരുന്നു.